കണ്ണിലിരിക്കണ പിടയ്ക്കണ ലെൻസ് കണ്ടോ? അപ്പോൾ ആ ലെൻസ് ഇടാനായിട്ട് ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈസി ആയിട്ട് എങ്ങനെ ലെൻസ് ഇടാമെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ യൂസ് ചെയ്തത് ലെൻസ് കാർട്ടിൻ്റെ ലെൻസാണ് കേട്ടോ. ഇത് 1 ഡേ യൂസിനുള്ളതാണ്. അതൊരു 8 അവേഴ്സൊക്കെ നമുക്ക് വയ്ക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റില്ല. സോ ഇതിന് എത്രയാണ്, ഒരു 200 സംതിങ് ആണ് കേട്ടോ റേറ്റ് വരണുള്ളൂ. പിന്നെ ഫസ്റ്റ് ടൈമായിട്ട് വാങ്ങിക്കണവർക്കാണെങ്കിൽ 999 റുപ്പീസിനും കിട്ടും. ഞാൻ സെൽഫായിട്ട് വയ്ക്കണത് ഇത് സെക്കൻഡ് ടൈമാണ് കേട്ടോ. കുറേ നാളുകൾക്ക് മുമ്പ് വച്ചത് എങ്ങനെയാണ്, പൊട്ടിക്കണത് എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യത്തിൽ മറവി പറ്റിയായിരുന്നു. പിന്നെ അതിൻ്റെ ടെക്നിക്കൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റി കേട്ടോ. അപ്പോൾ സംഭവം ഇതാണ്. പിന്നെ ഒരു നാച്ചുറൽ ലുക്കാണ് കേട്ടോ തരണത്. ഒരു നമുക്ക് ലെൻസ് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഇതൊന്നും തോന്നണില്ല. ഒരു നാച്ചുറൽ നമ്മുടെ ആ ഒരു കളർ വരുമല്ലോ, ഒരു പൂച്ചക്കണ്ണൊക്കെ പോലെ, അതേപോലെയാണ് ഈ ലെൻസിൻ്റെ കളർ ഉണ്ടായിരുന്നു. നിങ്ങൾ ആ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടുല്ലോ. പിന്നെ ഞാൻ ആ ലെൻസിൽ കയ്യിലേക്ക് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ എൻ്റെ പോയിൻറ്റ് ഫിംഗറും കൊണ്ടാണ് കേട്ടോ ആ ലെൻസ് കണ്ണിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കണത്. നമ്മൾ ബിഗിനറൊക്കെ ആണെങ്കിൽ, അതായത് ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈമൊക്കെ ആണെങ്കിൽ നമുക്ക് അത്രയും പെട്ടെന്ന് വയ്ക്കാനൊന്നും പറ്റില്ല. കുറച്ച് അധികം കഷ്ടപ്പാടായിരിക്കും. പക്ഷേ അതുകൊണ്ട് പേടിക്കേണ്ട. നമ്മൾ കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആകുമ്പോൾ, ഇത് ഞാൻ ഫസ്റ്റ് കണ്ണിൽ വയ്ക്കാനായിട്ട് കുറേ കഷ്ടപ്പെട്ടു. പക്ഷേ സെക്കൻഡ് കണ്ണിൽ വയ്ക്കാൻ പെട്ടെന്ന് പറ്റി. നമുക്ക് നേരെ കൃഷ്ണമണിയിലേക്കൊന്നും കൊണ്ടുവന്ന് വയ്ക്കാൻ പറ്റില്ല കേട്ടോ. അത് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. സോ ഞാനിത് ഫസ്റ്റിൽ വയ്ക്കാനായിട്ട് കുറേ ടൈം എടുത്തു. പിന്നെ ഞാൻ ക്യാമറയിലൊക്കെ നോക്കി എനിക്ക് ചെയ്യാൻ പറ്റണ്ടായില്ല. അപ്പം ഞാൻ നേരെ മിററിൽ പോയി കുറേ ടൈം എടുത്തിട്ടാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ആദ്യമായിട്ട് വയ്ക്കുമ്പോൾ നല്ല കണ്ണിൽ നിന്ന് വെള്ളം വരും, ഒരു ഇച്ചിങ് ഇറിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഒരുപാട് ഓവറാണ്, സഹിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ആണെങ്കിൽ ഒരു മാക്സിമം ഒരു 10 മിനിറ്റത്തേക്കൊക്കെ ഉണ്ടാവുള്ളൂ. അതും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് റിമൂവ് ചെയ്യാം കേട്ടോ. സോ ഫസ്റ്റ് കണ്ണിൽ വച്ച് നെക്സ്റ്റ് കണ്ണിൽ വയ്ക്കാനായിട്ടോ. അതിന് ഇതിൻ്റെ പകുതി ടൈമാണ് എടുത്തോളൂ. പെട്ടെന്ന് പറ്റി കേട്ടോ. അതും എനിക്ക് പറഞ്ഞ പോലെ ക്യാമറയിൽ നോക്കി വയ്ക്കാനായിട്ട് പറ്റിയില്ല. അതും ഞാൻ നേരെ മിററിൻ്റെ ഫ്രണ്ടിലേക്കാണ് പോയത്. അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാനായിട്ട് ഞാനും ക്യാമറ എടുത്തിട്ട് നേരെ മിററിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് സെറ്റ് ആവാനായിട്ട് കുറച്ച് നേരം ഒന്ന് കണ്ണടച്ചിരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഒരു കംഫേർട്ട് കിട്ടണ വരെ ഒന്ന് ഇതായിട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ പോയി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മേക്കപ്പൊക്കെ ചെയ്യണതിന് മുന്നേ ലെൻസ് ഇടുന്നതായിരിക്കും നല്ലത്. കാരണം കണ്ണിൽ നിന്ന് വെള്ളം വന്നു കഴിഞ്ഞ് ഒഴുകി പോയി കഴിഞ്ഞാൽ മേക്കപ്പ് മൊത്തം പോവും. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെയും ചെയ്യലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ഞാൻ നെക്സ്റ്റ് ലെൻസ് എടുത്തു. പിന്നെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഭാഗത്തേക്ക് നമ്മൾ ഒരുപാട് ടച്ച് കൊടുക്കരുത് കേട്ടോ. പുറത്തേക്ക് വരുന്ന ഭാഗത്ത് വേണം നമ്മൾ പോയിൻ്റ് ചെയ്ത് വച്ചുകൊണ്ടിരിക്കാനായിട്ട്. ഞാൻ എന്തൊക്കെയോ എക്സ്പ്രഷൻ കാണിക്കുന്നുണ്ട്, ഇപ്പം ഞാൻ ഓർക്കുന്നില്ല. സോ ഇതേപോലെ കണ്ണിൻ്റെ കൃഷ്ണമണി ഏതെങ്കിലും ഒരു കോർണറിലേക്ക് വച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ലെൻസ് വച്ചു കൊടുക്കാം കേട്ടോ. പക്ഷേ എനിക്ക് എന്താ പറ്റണമെന്ന് എനിക്ക് തന്നെ മനസ്സിലാവണില്ല. ഞാൻ വച്ചിട്ട് ഈ സംഭവം ഇരിക്കണില്ല. സോ ക്യാമറയിൽ നോക്കി എനിക്ക് വയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നേരെ മിററിൻ്റെ ഫ്രണ്ടിലേക്ക് പോയിട്ട് ക്യാമറയ്ക്ക് എങ്ങനെയോ ഏതോ ആംഗിളിൽ സെറ്റ് ചെയ്തിട്ട് ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ കൃഷ്ണമണി ഏതെങ്കിലും ഒരു കോർണറിലേക്ക് വച്ചിട്ട് ഇത് കണ്ണടച്ചാൽ മതി എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. എല്ലാം സെറ്റായി ഭയങ്കര എക്സ്പ്രഷൻ കിട്ടിയത്. പക്ഷേ ലെൻസ് കണ്ണിൻ്റെ പുറത്തായിരുന്നു. അത് തുറന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതേപോലെ ചാടിപ്പോയി. നല്ല രീതിയിൽ ചമ്മിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ക്യാമറയുടെ ഫ്രണ്ടിലായതുകൊണ്ട് ഞാൻ കുറച്ചധികം ചമ്മി. പിന്നെ റീടേക്ക് എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട്, പിന്നെ മേക്കപ്പൊക്കെ ചെയ്യണം എന്നുള്ളതുകൊണ്ട് പിന്നെ ഞാൻ റീടേക്ക് എടുക്കാൻ പോയില്ല. അതങ്ങനെ തന്നെ അങ്ങോട്ട് കീപ്പ് ചെയ്തു. അപ്പോൾ ഇതേപോലെ കൃഷ്ണമണി ജസ്റ്റ് ഒന്ന് ഇതാക്കി വെച്ചിട്ട് ഫുള്ള് കയറിയെന്ന് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണ് ക്ലോസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു 10 സെക്കൻഡൊക്കെ ഹോൾഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ സെറ്റായിട്ടുണ്ടാവും കേട്ടോ. കറക്റ്റ് കൃഷ്ണമണിയിൽ തന്നെ സെറ്റായിട്ടുണ്ടാവും. പിന്നെ നിങ്ങളൊരു ബിഗിനറൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു 10 മണിക്ക് നിങ്ങൾക്ക് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 8:30 ഈ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യണം. ആദ്യത്തെ പരിപാടി ആയതുകൊണ്ട് തന്നെ കുറേ സമയം എടുക്കുകയും ചെയ്യും. കണ്ണിലെ ഇച്ചിങ് കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞൊന്ന് സെറ്റ് ആവാനായിട്ടും കുറച്ചധികം സമയം എടുക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരു അരമണിക്കൂറൊക്കെ നേരത്തെ ലെൻസ് ഇട്ട് തുടങ്ങേണ്ട വരും കേട്ടോ. സോ ഇതെൻ്റെ റെഡിയായി കേട്ടോ. ഇതെനിക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടി. സോ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ കണ്ണൊക്കെ അടച്ച് പിടിച്ച് ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം, ഇപ്പം ഏത് ലെൻസ് ഇട്ട് കഴിഞ്ഞാലും കുറച്ച് നേരത്തേക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും കേട്ടോ. അത് സ്വാഭാവികമാണ്. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമല്ല കേട്ടോ. എനിക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് എന്തൊക്കെയോ കാണിച്ച് നോക്കിയാക്കി എടുത്ത് അവസാനം ഇങ്ങനെ ഓക്കെ ആയി. ഈ കണ്ണിന് അത്ര സീൻ ഉണ്ടായില്ല കേട്ടോ. മറ്റേ കണ്ണ് ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടാണ്, അത്രയും സമയം എടുത്തുകൊണ്ടാണ് ആ ഒരു
ഇത് വന്നത്. ഇതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് പിന്നെ ഫൈനൽ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഒന്നും കൂടി ഒരു വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്കതിന് പറ്റിയില്ല, സമയം കിട്ടിയില്ല. അതാണ് ആ ഫസ്റ്റത്തെ വീഡിയോ ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടെങ്കിലും കൊടുത്തത്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞ് ലെൻസ് വേറെ ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിന് റിമൂവ് ചെയ്യണമല്ലോ, റിമൂവ് ചെയ്യണത് ഇങ്ങനെ നോക്കി. അപ്പോൾ ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കുറേ ഹാക്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെയൊന്നും കാണിക്കേണ്ട ഒരാവശ്യമില്ല. ഞാൻ അത് കഴിഞ്ഞൊരു ബഡ്സ് എടുത്തു, അത് വെച്ച് ഇതേപോലെ ട്രൈ ചെയ്തു, പക്ഷേ അതുകൊണ്ട് നടന്നില്ല. ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് കണ്ണൊന്ന് ക്ലോസ് ചെയ്തിട്ട് ആ മേളിൽ നമ്മളൊന്ന് കണ്ണ് തിരുമണ പോലെ ആക്കിയാൽ മതി. ആ ലെൻസ് താനെ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ഇവിടുന്ന് താനെ പോന്നോളും. ഭയങ്കര ഈസിയാണ്, ഇടണേക്കാളും നല്ല ഈസിയാണ് കേട്ടോ റിമൂവ് ചെയ്യാനായിട്ട്. നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചത് ഊരി വരില്ലേ എന്നൊക്കെ, എന്തൊക്കെയോ കുറേ കോപ്രായങ്ങൾ കാണിക്കണ്ടായിരുന്നു കേട്ടോ കണ്ണും കൊണ്ട്, ഒന്നും നടന്നില്ല. പക്ഷേ അവസാനം എന്തേ കണ്ണ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്തപ്പോഴത്തേക്കും സംഭവം പുറത്തേക്ക് വന്നു. ഇത് ഭയങ്കര ഈസി ആയിരുന്നു. പിന്നെ ലാസ്റ്റത്തെ എടുക്കാമെന്ന് വെച്ചപ്പോൾ സ്റ്റോറേജ് തീർന്നു പോയതുകൊണ്ട് ഫുള്ളായിട്ട് എടുക്കാനും പറ്റിയില്ല. സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ. അപ്പോൾ ബൈ.